ഒന്ന് രണ്ട് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. മ്യൂട്ട് ചെയ്തുകൊണ്ട് കൂടെ പാടുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുകയാണ്. ഈ അവസരം തന്ന മാത്യു മനങ്കലിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി, രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി, തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി, തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഏൽശദായ് കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി, ഏൽശദായ് കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി, എബനേസരൻ ദൈവമേ, എന്നെ കാര്യങ്ങളിൽ വഹിച്ചവനേ, എബനേസരൻ ദൈവമേ, എന്നെ കാര്യങ്ങളിൽ വഹിച്ചവനേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയ്ക്കായി, ദൈവത്തിന്റെ ദയയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ താഴ്ചയിൽ ഹല്ലേലൂയ നമ്മളെ ഓർക്കുന്ന കർത്താവ്, പ്രതികൂലങ്ങൾ വരുമ്പോൾ അനുകൂലമായി നമ്മുടെ വലങ്കരം പിടിച്ച് നമ്മളെ വഴി നടത്തുന്ന ദൈവത്തെ പിന്നെയും നമുക്ക് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. ആ കൃപ അതാണല്ലോ നമുക്ക് ആശ്വാസം. അതാണ് നമുക്ക് ഹല്ലേലൂയ വിശ്വാസമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ആ കൃപയിൽ ഓരോ ദിവസവും ആശ്രയിച്ച് പിന്നെയും മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു പാട്ട് അറിയാവുന്ന പാട്ടാണല്ലോ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കൃപ കൃപയൊന്നെന്നാശ്രയം ഹാലലുയ. കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരു എന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരു എന്നാലും കൃപ മതി എന്നാളും. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപ കൃപയൊന്നൻ ആശ്രയം ഹാലലുയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരു എന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരു എന്നാലും കൃപ മതി എന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദത്തണലാകും, ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നാശ്രയമായി. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നാശ്രയമായി. കൃപ കൃപ ഒന്നൻ ആശ്രയം ഹാലലുയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, പോരാ വൈരിയൻ വെല്ലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപ ഒന്നൻ ആശ്രയം ഹാലലുയ. കൃപ കൃപ ഒന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തവ ജീവന തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തവ ജീവന തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപ കൃപ ഒന്നൻ ആശ്രയം ഹാലലുയ. കൃപ കൃപ ഒന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. കൃപ കൃപ ഒന്നാശ്രയം ഹാലലുയ. കൃപ കൃപ ഒന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ.
സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ കരുണയ്ക്കായി, അവിടുത്തെ ദയയ്ക്കായി, അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ കരുതലിനായി, അവിടുത്തെ സ്നേഹത്തിനായി, അവിടുത്തെ തരുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. അടിയങ്ങളെ സമർപ്പിക്കുകയാണ്. തുടർന്നുള്ള മീറ്റിംഗിന്റെ സെക്ഷനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പലയിടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. എല്ലാം ദൈവനാമമഹത്വത്തിനായിട്ട് തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. തുടർന്നുള്ള സ്പീക്കർ ടെസ്റ്റിമോണികളൊക്കെ അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ, പ്രാർത്ഥനകൾ അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ എല്ലാം ദൈവനാമത്തിനായിട്ട് പിന്നെയും തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും മാനും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ മീറ്റിംഗിലായിരിക്കാൻ കർത്താവ് നൽകി തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് അനേക സംഭവങ്ങൾ നടക്കുന്ന മധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പാടിയതുപോലെ ഹല്ലേലൂയ, നമ്മളായിരിക്കും ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്, ദൈവത്തിന്റെ ദയ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ഇന്നത്തെ ഈ ടെസ്റ്റിമണി ദൈവത്തിന്റെ തിരുനാമത്തിനും മഹത്വത്തിനും നമുക്ക് എല്ലാവർക്കും ഒരു വിടുതലുമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് ഈ മീറ്റിംഗിൽ ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ കടന്നു വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് പാസ്റ്റർ റെനി ജോർജ് ആണ്. കർത്താവിന്റെ ദാസനെ കർത്താവ് വിടുവിച്ച വിധങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ലൈഫിലും ഇനി ഇത് ആരൊക്കെ കേൾക്കുന്നു അനേക മാനസാന്തരത്തിനും ഹല്ലേലൂയ വിടുതലിനുമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കാം. താങ്ക് യു സിസ്റ്റർ സുനി. ഈ മീറ്റിംഗ് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ മാത്യു ഉമ്മൻ, മീറ്റിംഗിനായിട്ട് പ്രാർത്ഥിച്ച ബ്രദർ സഹദേവൻ, പാസ്റ്റർ ജോമോൻ, ബാക്കിയുള്ള 2 സഹോദരന്മാർ, എല്ലാവർക്കും, പിന്നെ നല്ല പാട്ടുപാടി നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമാക്കിയ ബീന സിസ്റ്ററിനും എല്ലാവർക്കും ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, The joy of the Lord is my strength. യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലമാകുന്നു. സ്തോത്രം. മനുഷ്യ ജീവിതത്തിൽ ബലം, ആത്മീക ബലം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് യഹോവയെങ്കിലെ സന്തോഷത്താൽ ഉളവാകുന്നതാണ് ആത്മീക ബലം. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തൻ്റെ പുത്രനായ യേശുവിൽ കൂടി നമ്മെ വീണ്ടെടുത്തതിനാൽ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മുടെ മനുഷ്യ ജീവിതം നമുക്ക് സുഗമമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ സന്തത സഹചാരികളാണ്. അതെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അതിനെയെല്ലാം അതിജീവിക്കുന്നതായിട്ടുള്ള ഒരു കൃപ, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പൗലോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ കൃപ എന്നുള്ള ആ അനുഭവം, ആ അനുഗ്രഹം, കൃപ അനുഗ്രഹമാണ്, കൃപ അനുഭവമാണ്. കൃപയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവകൃപയാലാണ്, ദൈവസ്നേഹത്താലാണ് ഈ ലോകത്തിൽ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിക്കപ്പെട്ട ദൈവസൃഷ്ടികളായ മനുഷ്യർക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. പാസ്റ്റർ മാത്യു ഉമ്മൻ എന്നോട് ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് സാക്ഷ്യം പ്രസ്താവിക്കണമെന്ന് പറഞ്ഞപ്പോൾ, മാനുഷികമായിട്ട്
എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം എന്നെ സാക്ഷ്യം പറയാനായിട്ട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വിളിക്കും. ഇപ്പോൾ എനിക്ക് 71 വയസ്സായി. എൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലായി തീർന്നത്. അതും ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്തതല്ല, യേശു എന്നെ തിരഞ്ഞെടുത്തതാണ്. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എൻ്റെ സാക്ഷ്യം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചു. അപവാദിയായ പിശാചിനെ ജയിക്കാനായിട്ടുള്ള 2 മാർഗങ്ങളാണ് വചനപ്രകാരം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തം, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന കുഞ്ഞാടിന്റെ രക്തം. രണ്ടാമത് സാക്ഷ്യവചനം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നതെന്നാണ് ദൈവവചനത്തിൽ നാം കാണുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നത് എന്തായിരിക്കണം? ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവചനമാണ്. ദൈവവചനമാണ് നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരുന്നത്. എല്ലാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ദൈവവചനത്താൽ ആയിരിക്കണം നമ്മുടെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നതും നയിക്കപ്പെടുന്നതും. അതുകൊണ്ട് എല്ലാ മാനവും മഹത്വവും, ദൈവവചനം എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ വസിച്ചു. യേശു കർത്താവ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ യേശു കർത്താവാണുള്ളത്. സ്തോത്രം. ദൈവവചനം അത് യഥാർത്ഥത്തിൽ പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാ എഴുതി വെച്ചതല്ല. ഏത് കഠിനമായ അവസ്ഥയിൽ കഴിയുന്നവരെയും അവരെ പാകപ്പെടുത്തുവാൻ തക്കവണ്ണം മതിയായതാണ് ദൈവവചനം. ദൈവവചനത്താൽ പാകപ്പെടുത്തുവാൻ കഴിയാത്തതായ, ചെത്തി യോഗ്യമാക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു മനുഷ്യനും ലോകത്തിൽ ഇല്ല. അതാണ് പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ തീയാണല്ലോ ശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പൊന്ന് ഉലയില് ശുദ്ധീകരിക്കുന്നത് തീയുടെ സഹായത്താലാണ്. നമ്മെ അവൻ ശുദ്ധീകരിക്കുന്നത് ദൈവവചനത്താലാണ്. നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്നോട് പാസ്റ്റർ മാത്യുമൻ പറഞ്ഞു, റെനി, പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. പ്രസംഗങ്ങൾ നമ്മൾ ഒത്തിരി കേൾക്കുന്നവരാണ്, കേട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് മറ്റൊരു പ്രസംഗത്തിനായിട്ടൊന്നും ഞാൻ ഒരുങ്ങുന്നില്ല. എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കിടാനായിട്ട് എനിക്ക് ലഭിച്ചൊരു അവസരമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് ആ ഒരു ചാനലിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, മുമ്പേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയുമായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുമ്പോൾ അതിനോടുകൂടി ചേർത്ത് മറ്റനേക കാര്യങ്ങൾ പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനോടുകൂടി പലതും ചേർക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാമായിരുന്നു ഞാൻ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളിൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്, ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് 33 വയസ്സ് വരെ റെനി ജോർജ് എന്നുള്ള പേരിൽ ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ടൊക്കെ അറിയപ്പെട്ടത് കൊണ്ട് എന്തായിരിക്കും. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അതെല്ലാം അറിയായ്മയുടെ കാലങ്ങളായിരുന്നു. 1987 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാനും കർത്താവുമായി ഉള്ള ആ ഉഭയസമ്മതം, അത് ആ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ നിമിഷത്തിലാണ് ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നത്. അതുവരെയുള്ള സമയം അറിയായ്മയുടെ കാലമാണ്. അതുകൊണ്ട് അതിനെയെല്ലാം എൻ്റെ കർത്താവ് അത് മായ്ച്ചു കളഞ്ഞു. തൻ്റെ പുത്രന്റെ രക്തത്താൽ അതിനെയെല്ലാം മായ്ച്ചു കളഞ്ഞു. ആദ്യകാലത്ത് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് ലോകം അറിഞ്ഞപ്പോൾ
ലോകർക്ക് അത് അംഗീകരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്വാഭാവികമാണ്. കാരണം കൊലപാതകി, കവർച്ചക്കാരൻ, ദുഷ്ടൻ, ദുർമാർഗി, വ്യഭിചാരി എല്ലാമായ ഈ മനുഷ്യന് യാതൊരു മാപ്പും അർഹിക്കുന്നവനല്ല. ക്രിസ്തീയ കുടുംബത്തിൽ മിഷണറി മാതാപിതാക്കന്മാരാൽ ജനിച്ച് വളർത്തപ്പെട്ട ഇവൻ കാണിച്ച ഈ പ്രവൃത്തി ഒരു കാലത്തും അത് മാപ്പർഹിക്കുന്നതല്ല എന്നാണ് അനേകരുടെ ഹൃദയം അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സ്തോത്രം, ദൈവവചനത്തിൽ പറയുന്നത് നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവനവരോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ഹല്ലേലൂയ. ഈ ദൈവവചനം എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ്. എന്നെ അംഗീകരിക്കാൻ ലോകത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അംഗീകാരമൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല കർത്താവിനോട് കൂടി ചേർന്നത്. എനിക്കറിയാം എനിക്ക് ലഭിച്ച കുപ്രസിദ്ധി, എനിക്ക് ലഭിച്ച ഇരട്ടപ്പേര് അതൊന്നും തലമുറകൾ കഴിഞ്ഞാലും മാറുന്നതല്ല, മായ്ക്കാൻ കഴിയുന്നതല്ല. എനിക്ക് നന്നായിട്ടറിയാം. മാനുഷികമായിട്ട് ഒരു രക്ഷയുമില്ല. എന്നാൽ നമ്മൾ മാനുഷികമായിട്ടല്ലല്ലോ ചിന്തിക്കേണ്ടത്. നമ്മൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും നാം ജീവിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതല്ലേ എനിക്ക് പിന്നീടാ മനസ്സിലായത്. ആദ്യമൊക്കെ എനിക്കൊരു സ്വല്പം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ചില വിലപ്പെട്ട വിലയേറിയ ദൈവദാസന്മാരിലേക്ക് അടുക്കെ എന്നെ കൊണ്ടുപോയി അവരുമായിട്ട് പരിചയപ്പെടുത്തിയപ്പം എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തരാൻ പോലും ചിലർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങോട്ട് മാറിയിരുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചില്ല. കാരണം എൻ്റെ ഉള്ളിൽ കർത്താവായ യേശുക്രിസ്തു വന്നിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ അവസ്ഥ എന്തായിരുന്നു? അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് വേർമുളയ്ക്കുന്നത് പോലെ അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം തിരിച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ അവനെ ആദരിച്ചതുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അവസ്ഥ അതായിരുന്നല്ലോ. പിന്നെ യേശുവിനോടുകൂടി ചേർന്ന് യേശുവിനോടുകൂടി ജീവിക്കാൻ തയ്യാറെടുത്ത് യേശുവിനോടുകൂടി ജീവിക്കുന്നവർ പിന്നെ എന്താണ് അവർക്ക് ആവശ്യം? ഈ ലോകത്തിന്റെ മാന്യതയോ ഈ ലോകത്തിന്റെ അംഗീകാരമോ ഈ ലോകത്തിന്റെ സ്നേഹപ്രകടനങ്ങളോ ഒന്നും അല്ല അവർക്ക് അഭികാമ്യം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആദ്യകാലത്ത് ഞാനൊരു ശിശുവായിരുന്നല്ലോ ആത്മീയന്. യെസ്, ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തതായിട്ടുള്ള ആ പ്രവൃത്തിയുടെ ആ ഭയങ്കരത്വം അത് വളരെ ഭയങ്കരമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാല് മനസ്സ് തകർന്നു പോകും. ഞാൻ ജയിലിൽ ചെന്ന് പിന്നെ എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും, പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഹീനമായതും ഏറ്റവും ഭയങ്കരമായതുമാണ് കൊലപാതകം. കൊലപാതകൾ, ജയിലിൽ കിടക്കുന്ന ഭൂരിപക്ഷം ആളുകൾ കൊലപാതകികളാണ്. ഒരു കൊലപാതകിയെ കാത്തിരിക്കുന്ന 3 അവസ്ഥകളാണ്. ഒന്നുകിൽ അവന്റെ എതിരാളികൾ അവനെ വകവരുത്തും, അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവനൊരു മാനസിക രോഗിയായിത്തീരും. ഈ 3 അവസ്ഥയാണ് അവനെ കാത്തിരിക്കുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനേക സുഹൃത്തുക്കള് ഈ അവസ്ഥയിലേക്ക് ആയിത്തീരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടോണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിലായാൽ ഒരു മനുഷ്യന് പുതിയ സൃഷ്ടിയായി തീരുവാൻ കഴിയും. പഴയത് മാറിപ്പോകും. പിന്നെ പഴയതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പഴയതിന് അവനെ വേട്ടയാടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 71-ാമത്തെ വയസ്സിലും ഞാൻ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ കാരണം. ഇല്ലെങ്കിൽ ഞാൻ എന്നേ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. എനിക്ക് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നെ കർത്താവ്, സ്തോത്രം,
തൻ്റെ മകനാക്കി തൻ്റെ പൈതലാക്കി തീർത്തു. സ്തോത്രം. നാം എല്ലാവരും ദൈവമക്കളാണല്ലോ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനാണ്. പിതാവായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവപുത്രനെന്ന് അവകാശപ്പെടുവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നാം എല്ലാവരും ദൈവ മക്കളാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മൂത്ത സഹോദരനായിരിക്കുന്ന ഭവനത്തിലെ മക്കളാണ് നാം, ബാക്കി എല്ലാവരും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന ദൈവവചനം എനിക്ക് വളരെ ധൈര്യം നൽകി. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ നിഴലിട്ടിരുന്നതായിട്ടുള്ള എല്ലാ ശാപങ്ങളും എല്ലാ പൈശാചിക ബന്ധനങ്ങളും നീങ്ങിയെന്നുള്ളതിൻ്റെ തെളിവായിരുന്നു. സ്തോത്രം. ആ ദൈവവചനം. ഇപ്പോൾ ക്രിസ്തുയേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. കോടതി എനിക്ക് നൽകിയത് വെറും ജീവപര്യന്തമാണ്. ജീവപര്യന്തം എന്ന് പറയുന്ന ഒന്നും ഒരു ശിക്ഷയല്ല പ്രിയപ്പെട്ടവരെ. ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 10 വർഷം 12 വർഷം 14 വർഷം കഴിഞ്ഞ് പുറത്തു വരുന്നതല്ല. ജീവനുള്ള കാലത്തോളം ജയിലിലിടണമെന്നാണ് ജീവപര്യന്തം ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ സമ്പ്രദായങ്ങൾ അനുസരിച്ച് പലരും 14 വർഷത്തിലും 10 വർഷത്തിലും ഒക്കെ പുറത്തു വരുന്നു. ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് എനിക്ക് ലോക കോടതി നൽകിയത് 3 ജീവപര്യന്തമാണ്. 2 കൊലപാതകങ്ങൾക്ക് 2 ജീവപര്യന്തം, പിന്നെ കവർച്ചയ്ക്ക് 1 ജീവപര്യന്തം, അങ്ങനെ 3 ജീവപര്യന്തം ശിക്ഷ ലഭിച്ചാണ് ഞാൻ ജയിലിൽ കിടന്നത്. ന്യായാധിപൻ ഇങ്ങനെ കൂടെ പറഞ്ഞു, ഇവർ ചെയ്ത തെറ്റ് യഥാർത്ഥത്തിൽ വധശിക്ഷ ലഭിക്കേണ്ടതാണ്, വധശിക്ഷ കൊടുക്കേണ്ടതാണ്. എന്നാൽ ഇവരുടെ പ്രായക്കുറവും മറ്റു പശ്ചാത്തലങ്ങളും പരിഗണിച്ച് ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകുന്നു. ഇവരുടെ ശിക്ഷാകാലം കഴിഞ്ഞ് ഇവർ ഉത്തമ പൗരന്മാരായ സമൂഹത്തിൽ വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവരെ ജയിലിൽ അയക്കുന്നതെന്നൊക്കെയാണ് അന്ന് ന്യായാധിപൻ തന്നെ വിധിന്യായത്തിൽ പറഞ്ഞത്. പക്ഷേ അതിൻ്റെയൊക്കെ അർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ പ്രായക്കുറവോ എൻ്റെ പശ്ചാത്തലങ്ങളോ ഒന്നുമല്ല അതിന് കാരണമായി തീർന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും എന്നെ പോലെയുള്ള കൊലപാതകികൾക്കും കുറ്റവാളികൾക്കും ലോകത്തിലെ സകല പാപികൾക്കും വേണ്ടി പാപം ചെയ്യാതെ പാപമറിയാതെ ജീവിച്ച് മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതെല്ലാം ജനനം മുതൽ മരണം വരെ അനുഭവിച്ച ഒടുവിൽ ഏറ്റവും ഭയങ്കരമായത് അത് കാൽവറിയിൽ താൻ തകർക്കപ്പെട്ടു, അടിയേറ്റു, മുറിവേറ്റു, താൻ തകർക്കപ്പെട്ടു. തൻ്റെ പാപങ്ങൾക്ക് പകരമായി അവൻ കാഴ്ചവെച്ചു. അങ്ങനെ അവൻ കാൽവറിയിൽ അവൻ എല്ലാം നിവൃത്തിയാക്കി. ആ കർത്താവ് നിവൃത്തിയാക്കിയ ആ രക്ഷാപദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരു വിഷയം. കാൽവറിയിലെ കർത്താവിൻ്റെ രക്ഷാപദ്ധതി. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് കാൽവറിയിലെ രക്ഷാപദ്ധതിയിൽ കൂടി പാപിയായി ജനിച്ച് പാപിയായി ജീവിക്കുന്ന ഒരു മനുഷ്യന് പാപിയായി മരിക്കാനല്ല, അവന്റെ പാപത്തിൽ നിന്നും അവന് പാപക്ഷമ ലഭിച്ച് അവൻ ദൈവപൈതലായി തീർന്ന് അവൻ രക്ഷിക്കപ്പെട്ട് അവൻ അനുഗ്രഹിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ. ഈ ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും ഒരു മനുഷ്യന്റെ ലംഘനം ക്ഷമിക്കാനും പാപം മറയ്ക്കാനും കഴിയത്തില്ല. അതിന് ശക്തമായത് ഒരേ ഒരു വിഷയം മാത്രം. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തുയേശു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ 1980 കാലയളവിൽ ആയിരുന്ന അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പാപികളിൽ പ്രധാനിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനെ പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അതെത്ര ശരിയാണ്. കാരണം എന്നെപ്പോലൊരു മനുഷ്യൻ, എത്ര ഹീനമായ അവസ്ഥയിൽ കഴിഞ്ഞ മനുഷ്യൻ,
എത്ര ഭയങ്കരമായ ആ കുപ്രസിദ്ധമായ ആ സംഭവത്തിന് ഉത്തരവാദിയായിരുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പാപികളിൽ പ്രധാനിയായിരുന്നു. എന്നാൽ എൻ്റെ അനേകമായ പാപങ്ങൾ, എൻ്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നെങ്കിലും അതിനെ കർത്താവിന്റെ രക്തം അത് ഹിമം പോലെ വെണ്മയുള്ളതാക്കി തീർത്തു. പ്രിയപ്പെട്ടവർ, അത് മാത്രമാണ് എൻ്റെ ഏക യോഗ്യത. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ദൈവപൈതലായി ഈ ലോകത്തിൽ ജീവിക്കുവാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുവാനും ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, സാക്ഷി എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിനെ അറിയാതെ നടന്ന കാലത്ത് ചെയ്തതായിട്ടുള്ള സംഭവങ്ങളും കാണിച്ചതായിട്ടുള്ള പ്രവർത്തികളും ഒന്നുമല്ല സാക്ഷ്യമെന്ന് പറയുന്നത്. സാക്ഷ്യമെന്ന് പറയുന്നത് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. അതാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ ജനിച്ച കുടുംബത്തിന്റെ പാരമ്പര്യമോ അതിന്റെ മഹിമയോ ഒന്നുമല്ല, എനിക്ക് ഉണ്ടായിരുന്ന ബാക്കി ഒന്നുമല്ല. ഒരുത്തൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും യോഗ്യനല്ല. അവന് എത്ര വലിയ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, അവൻ ഏത് കുടുംബത്തിൽ പിറന്നവനാണെങ്കിലും, അവൻ ആരാണെങ്കിലും എന്താണെങ്കിലും, ഒരു മനുഷ്യനും യോഗ്യനല്ല. യോഗ്യനായിട്ട് ഈ ലോക ചരിത്രത്തിൽ ഒരു വ്യക്തി മാത്രം, അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രമാണ് യോഗ്യനായിട്ടുള്ളത്. ആ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ഹല്ലേലൂയ, സ്തോത്രം, അവരെയാണ് ഒരു സമയം കർത്താവ് യോഗ്യന്മാരായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. നാം അവന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് വരിക, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ കർത്താവിന്റെ, നമ്മുടെ ദൈവത്തിന്റെ വായിൽ നിന്നും കേൾക്കുവാൻ നമുക്കിടയായി തീർന്നാൽ, പ്രിയപ്പെട്ടവരെ, അതാണ് യോഗ്യത തെളിയിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ആരുടെയും യോഗ്യത തെളിയിക്കുവാൻ കഴിയത്തില്ല. ആരും യോഗ്യന്മാരല്ല. നാം ആയിരിക്കുന്നത് കൃപയാലത്രേ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് കീഴടങ്ങാം, ദൈവത്തിന് കീഴടങ്ങാം, പിശാചിനോട് എതിർത്ത് നിൽക്കാം. അപ്പോൾ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആയിരുന്ന അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. എൻ്റെ സാക്ഷ്യമൊക്കെ പല മാധ്യമങ്ങളിൽ കൂടി ഓൾറെഡി ലോകം മുഴുവൻ പ്രചരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്നതായിട്ടുള്ള ഈ ലോകം അതിൻ്റെ ഏറ്റവും ഭയങ്കരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് വീഴുന്നതായിട്ടുള്ള അവസ്ഥയാണ്. ഫ്രം ദ ഫ്രൈയിങ് പാൻ ടു ദ ഫയർ. അതാണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നാം എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. സത്യം അരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച്, സ്തോത്രം, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി, എല്ലാറ്റിനും മീതെ പിശാചിന്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ തക്കവണ്ണം പരിചയം എടുത്തും കൊണ്ട് രക്ഷ എന്ന ശിരസ്ത്രമെന്നും ആത്മാവെന്ന ദൈവവചനം എന്ന വാളും കൈക്കൊള്ളുവീൻ. ഹല്ലേലൂയ. ഏത് നേരത്തും പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ട് നാം മുന്നോട്ട് പോകണമെന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. അതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത്. ആ ഒരു ക്രിസ്തീയ ജീവിതത്തിന് നാം ഉടമകളായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ ലോകത്തിൽ നമുക്ക് മറ്റൊന്നും തെളിയിക്കേണ്ടത് ആവശ്യമില്ല. നമുക്ക് ചെയ്യാനുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, ഈ ദിവസങ്ങളില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം എന്നെ വളരെയധികം സ്വാധീനിച്ചതായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതാകുന്നു എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതാണോ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് അതിലുള്ളത്. അന്യായ ബന്ധങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിടുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ഹല്ലേലൂയ. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതും
അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരവിലും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവർ അരുളി ചെയ്യും. ഹല്ലേലൂയ. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും നീ വിശപ്പുള്ളവനോട് താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഇതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. ഉപവസിക്കണം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ പിശാച് ഒഴിഞ്ഞു പോകത്തില്ല. അതൊരു പ്രത്യേക വിഷയമാണ്. എന്നാൽ ഇന്ന് എല്ലായിടത്തും നമ്മൾ കാണാൻ 21 ദിവസത്തെ ഉപവാസം, 40 ദിവസത്തെ ഉപവാസം, വലിയ പോസ്റ്ററുകളും ബാനറുകളും അടിച്ച് കുറെ പേരുടെ കട്ടൗട്ടുകളും വെച്ച് ബാനറുകളും വെച്ച് ഉപവാസം പ്രഖ്യാപിച്ച് ഇതെന്തെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. ദൈവവചനപ്രകാരം നാം ജീവിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എവിടെല്ലാം എന്തെല്ലാം ഉപവാസ പ്രാർത്ഥനകൾ നടത്തിയാലും കൺവെൻഷനുകൾ നടത്തിയാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്ന പോലെ നാം ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഈ ദിവസങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവവചന പ്രകാരം ജീവിക്കുവാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ ഒന്നും ആയെന്ന് എനിക്ക് ഒന്നും അവകാശപ്പെടാൻ ഒരിക്കലും കഴിയത്തില്ല. എന്നെ ആക്കുന്നവൻ കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് ചെയ്ത നന്മകൾക്ക് പകരമായി ഞാൻ ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്താലും അത് മതിയാകത്തില്ല പ്രിയപ്പെട്ടവരെ. അത്രമാത്രമാണ് സ്തോത്രം കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, വേദപുസ്തകത്തിലെ സഹോദരി പറഞ്ഞ പോലെ എൻ്റെ അനേകമായ പാപങ്ങൾ അവൻ മോചിച്ചു തന്നുകൊണ്ട് ഞാൻ അവനോട് ഏറെ കടംപെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇതായിരിക്കണം എല്ലാവരുടെയും ചിന്ത. കാരണം കൊലപാതകം ചെയ്യണമെന്നില്ല കൊലപാതകിയായി തീരാൻ. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകി എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. യേശു കർത്താവ് വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകിയാണ്. സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരിയാണ്. യെസ്. ദുഷ്ടമായ പല നോക്കുന്നവെന്ന് പറയുമ്പോൾ ദുഷ്ടലാക്കോടുകൂടി നോക്കുന്നവനെന്നാണ്. വ്യഭിചാരിയാണ്. ഒരു പെൻസിൽ എടുക്കുന്നവനും ഒരു ബാങ്ക് റോബ് ചെയ്യുന്നവനും രണ്ടുപേരും ഒരുപോലെ കള്ളന്മാരാണ്. അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും ആ യാഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ആർക്കും ഒന്നും അവകാശപ്പെടാനായിട്ട് ഏതെങ്കിലും തരത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. അതുകൊണ്ട് സമയത്തിന് മുമ്പേ നിങ്ങൾ വിധിക്കരുത്. അവൻ നമ്മളെ കർത്താവ് നമ്മളെ വിധിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. നമ്മളാരും ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഒന്നും ഒരു യോഗ്യതയുമില്ല. ആർക്കും ഒരു യോഗ്യതയുമില്ല. യോഗ്യതയുള്ളവൻ യേശു കർത്താവ് മാത്രം. ഓരോ ദിവസവും ഓരോ നിമിഷവും നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താലുള്ള ആ വീണ്ടെടുപ്പിനെ നാം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്തോത്രം നാം ആരാണെന്നുള്ളത് സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. എന്റെ സമയം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. പാസ്റ്റർ മാത്യു ഉമ്മൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്റെ സമയം കഴിഞ്ഞോ പാസ്റ്റർ? You can take another 15 minutes more, no problem. Okay, thank you. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ അവസ്ഥ ശാരീരികമായിട്ട്
അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കർത്താവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യമാണ് സൗഖ്യം എന്ന് പറയുന്നത്. അല്ലാതെ മെഡിക്കൽ സയൻസ്, വൈദ്യശാസ്ത്രം നൽകുന്ന സൗഖ്യമല്ല സൗഖ്യം. സ്തോത്രം. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെയാണ് നാം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ അതിന്റെ താഴെ നിൽക്കത്തേ ഉള്ളൂ. ഡയബറ്റീസും ബ്ലഡ് പ്രഷറും പ്രോസ്ട്രേറ്റും എല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ വരാവുന്നതായിട്ടുള്ള മനുഷ്യ സഹജമായ വിഷയങ്ങളാണ്. കുറച്ച് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി പ്രോബ്ലം, റീനൽ പ്രോബ്ലം, ക്യാൻസർ, അങ്ങനെയൊക്കെ പറഞ്ഞു വലിയ ഗുരുതരമായ. പക്ഷെ ഏത് രോഗത്തിനും കർത്താവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ കവർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതിന്റെ താഴെ നിൽക്കത്തേ ഉള്ളൂ. കർത്താവ് നമുക്ക് ഒരു സമയം തന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ സമയം നാം കർത്താവിന്റെ വയൽ പ്രദേശത്ത് അവന്റെ ഭടന്മാരായി നാം മുന്നേറുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്ത് ദൈവത്തോട് സ്തോത്രം ചെയ്ത് നമ്മുടെ അപേക്ഷകൾ അറിയിക്കുക അത്രയേ വേണ്ടത്. അപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ക്രിസ്തുയേശുവിൽ കാക്കും. സ്തോത്രം. ഹല്ലേലൂയ. മാനുഷികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നമ്മളെ ഒരു കാരണവശാലും തളർത്താനും തകർക്കാനും ഇടയായി തീരരുത്. അവിടെ എല്ലാം നാം ദൈവവചനം നാം ഏറ്റുപറയണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും സാധ്യമെന്ന് നാം ഏറ്റുപറഞ്ഞ് നാം മുന്നേറണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യശയാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഇപ്രകാരം പറയുന്നുള്ളത്: ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി കരുതിയിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നീ വെള്ളത്തിൽ കൂടി കടന്നാൽ വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല, തീയിൽ കൂടെ കടന്നാൽ തീ നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല. സ്തോത്രം. ഞാൻ നിനക്ക് പകരം ജാതികളെയും നിന്റെ ജീവന് പകരം മനുഷ്യരെയും കൊടുത്തിരിക്കുന്നു എന്നാ പറയുന്നത്. പിശാച് അവൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും മാത്രമേ അറിയത്തുള്ളൂ. അവനാണ് ഈ ലോകത്തിന്റെ പ്രഭു. അവന്റെ ലിസ്റ്റില്, അവന്റെ പ്ലാനിൽ അവൻ ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. അവൻ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ദൃഷ്ടി വെച്ചിരിക്കുന്നത് നമ്മളെയാണ്. പക്ഷെ നാം ആരാണെന്നാണ് ദൈവവചനം പറയുന്നത്? നാം അവന്റെ കൺമണിയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മെ ദൃഷ്ടി വെക്കുവാൻ മാത്രമേ അവന് കഴിയത്തുള്ളൂ. നമ്മുടെ മേൽ കൈവെപ്പാൻ അവന് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. നമ്മളെ കൈവെക്കാൻ അവന് കഴിയത്തില്ല. നമ്മുടെ കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്ന ഒരു നിയമനമാണ്. അതിനെ മറികടക്കാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഏത് മനുഷ്യനും അതിൽ കൂടി കടന്നുപോയേ പറ്റൂ. എന്നാൽ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതിന്റെ അപ്പുറം പിശാചിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ഒരു വലിയ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് നമുക്ക് ആവശ്യം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിലും നമുക്ക് കൂടുതലായി ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവവചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് പോരാടാം. സ്തോത്രം. നാം ആയിരിക്കുന്നത് കളിക്കളത്തിലല്ല, പോർക്കളത്തിലാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല, ജഡികരോടല്ല, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അന്ധകാര ലോകത്തിന്റെ അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും ഹല്ലേലൂയ പോരാടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്തോത്രം അതിനുള്ളതാണ് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ ഞാൻ പറഞ്ഞ സർവായുധവർഗം തന്നിരിക്കുന്നത്. ആ സർവായുധവർഗം അത് പൂർണ്ണമായും നമ്മളിൽ ഉണ്ടായിരിക്കണം. അതിൽ ഒന്ന് കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറവ് വരും. സ്തോത്രം. അത് പൂർണ്ണമായും നമ്മളിൽ ഉണ്ടായിരിക്കണം.
അപ്പോൾ നാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ജയം. ഹല്ലേലൂയ. നാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയാളികൾ അത്ര. വി ആർ മോർ ദാൻ കോൺകറേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. മോർ ദാൻ കോൺകറേഴ്സ്. വി ആർ നോട്ട് മിയർ കോൺകറേഴ്സ്, വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഒന്നിനും നമ്മെ തകർക്കാൻ കഴിയത്തില്ല. കഷ്ടതയ്ക്കോ വാളിനോ ആപത്തിനോ ഒന്നിനും നമ്മെ തകർക്കാൻ കഴിയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലനോട് കൂടി ചേർന്ന് നമുക്കും പറയാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് തന്നിരിക്കുന്നതായിട്ടുള്ള ആ സ്നേഹം, അതാണ് ഏറ്റവും വലുത്. അവൻ എന്നെ കൺമണി പോലെ ആക്കി തീർത്തു. സ്തോത്രം. യാതൊരു ദൈവവും അർഹിക്കാതെ പുറമ്പോക്കിൽ തള്ളപ്പെട്ട് കിടന്നിരുന്ന എന്നെ തേടി അവൻ വന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്. സ്തോത്രം. അത് 1987 ഓഗസ്റ്റ് മാസം 15 എൻ്റെ ജീവിതത്തിൽ, സ്തോത്രം, അത് അനുഭവിക്കുവാൻ, ആ ഭാഗ്യം ഏറ്റുവാങ്ങുവാൻ എനിക്കും കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവിന്റെ പൈതലായി ജീവിക്കുവാൻ അവൻ എനിക്ക് കൃപ നൽകി. അവൻ എന്നെ നിർത്തിയതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നതല്ല, അവൻ എന്നെ നിർത്തിയതാണ്. ഇന്നും ഞാൻ ആയിരിക്കുന്നത് അവന്റെ കൃപയാലാണ്. സ്തോത്രം. എനിക്ക് ഭാര്യയും ഒരു മകളുമുണ്ട്. ഞങ്ങളിവിടെ ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ട് ജയിലുകളിലല്ല, ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ മാത്രമേ ഞാൻ ഇപ്പോൾ പോകുന്നുള്ളൂ. എല്ലാ ഫസ്റ്റ് സാറ്റർഡേസിലും ഞാൻ ജയിലിൽ കടന്നു പോകും. അവിടെ ഒരു പ്രത്യേക ഭാഗത്ത് കുറെ തടവുകാർ വരും. അവരുമായി കർത്താവിന്റെ സ്നേഹം പങ്കുവെക്കും. അങ്ങനെ കർത്താവിന്റെ സ്നേഹം പങ്കുവെക്കുമ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുമെന്നുള്ള ദൈവവചന പ്രകാരം തകർന്ന് തരിപ്പണമായ ചില ജീവിതങ്ങൾ ക്രിസ്തുവിൽ അഭയം തേടി ദൈവവചനത്താലും കർത്താവിന്റെ പരിശുദ്ധ രക്തത്താലും പരിശുദ്ധാത്മാവിനാലും അവർ വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളായി തീരുന്നത് കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. കഴിഞ്ഞ 28 വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിൽ ആ പ്രവർത്തനത്തിലായിരിക്കുന്നു. അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സ്തോത്രം. നാം എന്തെല്ലാം ചെയ്താലും, സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമില്ലെങ്കിൽ, സ്തോത്രം, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ അത് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്നു എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. എന്നാൽ നമ്മുടെ കൈകളിൽ ഒരു ചങ്ങലയുണ്ട്. സ്തോത്രം. സ്നേഹച്ചങ്ങലയാണത്. സ്തോത്രം. നാം ഒരു കാലത്ത് പൈശാചിക ബന്ധനത്താൽ നാം തളയ്ക്കപ്പെട്ടവരായിരുന്നു, ചങ്ങലയ്ക്ക് ഇടപ്പെട്ടവരായിരുന്നു. എന്നാൽ അതിനെയെല്ലാം തകർത്ത്, സ്തോത്രം, യേശു കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കി. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചങ്ങലയുണ്ട്. സ്തോത്രം. അത് സ്നേഹച്ചങ്ങലയാണ്. ഈ സ്ഥാനാപതികളായി നാം മുന്നേറി പോകുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് പ്രാഗൽഭ്യം തരുന്നത്, സ്തോത്രം, ദൈവകൃപയാണ്, ദൈവവചനമാണ്. ഞാൻ സംസാരിച്ച വചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവവചനമായി നിങ്ങൾ കേട്ടത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്താണ് പറയുന്നത്? സ്തോത്രം. നമ്മുടെ യാതൊന്നും പ്രസക്തമല്ല. എല്ലാറ്റിനും നിദാനമായിരിക്കുന്നത് ദൈവവചനം, പരിശുദ്ധാത്മാവ് മാത്രം. അതിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ വകയുള്ളൂ. സ്തോത്രം. കർത്താവ് മതിയായവൻ. കർത്താവിനേക്കാൾ വലുതായി ഞാൻ ലോകത്തിൽ ഒന്നും കാണുന്നില്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ, സ്തോത്രം, എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ. Hallelujah.